നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. നിർണായക തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രതികളുടെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ചലച്ചിത്ര താരത്തെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ മുഖ്യപ്രതി സുനിൽകുമാറിന്റെയും കൂട്ടുപ്രതി വിജീഷിന്റെയും തെളിവെടുപ്പാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമായി വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ഇവരിൽ നിന്ന് തെളിവെടുത്തിരുന്നു. കേസിലെ നിർണായക തെളിവായ നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീവ്രശ്രമം. വെണ്ണലയിലെ ഓടയിലാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നായിരുന്നു സുനി ആദ്യം മൊഴി നൽകിയത്. പിന്നീട് ഗോശ്രീപാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞുവെന്ന് മൊഴി മാറ്റി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഫോണുമായും സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നത് സംബന്ധിച്ചും സുനി അടിക്കടി മൊഴി മാറ്റുന്നത് പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുനിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനുള്ള അനുമതിക്കായി വൈകാതെ കോടതിയെ സമീപിക്കും. എന്നാൽ നുണപരിശോധന നടത്താൻ പ്രതിയുടെ സമ്മതം അനിവാര്യമാണ്. സുനിയുടേതെന്ന പേരിൽ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച മൊബൈൽ ഫോണിലോ കോയമ്പത്തൂരിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലോ നടിയുടെ ദൃശ്യങ്ങളുണ്ടോ എന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഒപ്പം പോലീസ് പിടിച്ചെടുത്ത ടാബ്ലറ്റ് കമ്പ്യൂട്ടർ, പെൻഡ്രൈവുകൾ, മെമ്മറി കാർഡുകൾ എന്നിവയും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള മാർട്ടിൻ, തമ്മനം സലീം, പ്രദീപ്, മണികണ്ഠൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നത് അന്വേഷണ സംഘം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.